അപ്പം ഗുഡ് മോർണിംഗ് എല്ലാവർക്കും A2 ബ്രദേഴ്സ് ഹോമിൻ്റെ വക എന്താ അപ്പോൾ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഇവർക്കാണ് ഇന്ന് സ്കൂളിൽ പ്രോഗ്രാം ഇല്ല കേട്ടോ. അവിടെ നടന്നു വരുന്ന പിള്ളേർ മാത്രം ചെന്നാൽ മതി എന്ന് പറഞ്ഞു. സ്കൂളിൽ നിന്ന് വണ്ടി വിടത്തില്ല. അപ്പോൾ നമ്മുടെ ഇവിടെ നേഴ്സറിയിൽ കൊടി ഉയർത്തുന്നുണ്ട്. അപ്പോൾ നമ്മളോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ അങ്ങനെ സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ വേണ്ടി നേഴ്സറി പോകാൻ കയറിയതാണ്. എൻ്റെ പൊന്നു ദൈവമേ, ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മഴ. അതുകൊണ്ട് ഞങ്ങളത് ഇടയ്ക്കൊരു ചെറിയൊരു കട പോലെ കണ്ട് അവിടെ കയറി നിൽക്കുകയാണ്. എന്നാ പറയുന്നത്, ഇത്ര നേരം മഴയിലായിരുന്നു. ഞങ്ങളങ്ങ് കയറിയപ്പോഴത്തേനും ഭയങ്കര മഴ കുറവ് നോക്കി ഞങ്ങൾ കയറിയത്. 9:30 ആകുമ്പോഴത്തേനും കൊടി ഉയർത്തും നമ്മളോട്. ഇപ്പം ഈ ഇമാതിരി മഴയത്ത് ഇത് നടക്കുമോയെന്ന് അറിയത്തില്ല. എന്നാണേലും നമ്മളെ വിളിച്ചല്ലേ, നമുക്ക് പോകാതിരിക്കാനും പറ്റത്തില്ല. ഇച്ചിരിയോടെ മഴ കുറഞ്ഞിട്ട് അങ്ങ് താഴെ വരെ നടന്ന് ചെല്ലണം. അപ്പോൾ ഈ മഴയത്ത് നമ്മൾ നടക്കാമെന്ന് വിചാരിച്ചാൽ നമ്മളെല്ലാവരും നനയും. എല്ലാവരും തന്നെ അല്ലെങ്കിൽ കുറച്ച് നനഞ്ഞു. എന്നാ പറയുന്നത്, പെട്ടുപോയി. 9:30 ആകുമ്പോൾ അവിടെ ചെല്ലണ്ട. ഇപ്പോൾ 9 മണി കഴിഞ്ഞു അല്ലേ? അപ്പോൾ കൊച്ചാണെങ്കിൽ ഇന്ന് GK മത്സരം ഉണ്ടാവുമെന്നും പറഞ്ഞുകൊണ്ട് എല്ലാം ക്വസ്റ്റ്യൻസൊക്കെ പഠിച്ചുകൊണ്ട് വന്ന. അവർക്ക് എഴുതി കൊടുത്തതൊക്കെ ഞാനും പഠിച്ചു. 2 മാർക്ക് കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ അല്ലേ? മഴ കുറയുമ്പോഴത്തേനും പോകാം. പോയിട്ട് ബാക്കി പരിപാടികളൊക്കെ കാട്ടിത്തരാം. കുറച്ച് മഴ കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങളിങ്ങ് പോന്നു അല്ലേ? അപ്പോൾ അപ്പവും പാറക്കുട്ടി ഇച്ചിരി മുന്നേ കിടന്നു. ഞങ്ങൾ ഇച്ചിരി താമസിച്ചു. 9:20 10 മിനിറ്റിനുള്ളിൽ താഴെ ചെല്ലണം. നിങ്ങൾ മാറിയേക്ക. കേട്ടില്ല. അങ്ങേയറ്റത്ത് പോകുന്നതാണ് അപ്പവും പാറും. അല്ല, അബിക്കുട്ടനും പാറും. നമുക്കൊക്കെ ചെറിയ മഴയല്ല, മഴ പെയ്തപ്പോഴത്തേനും ഇവിടെയൊക്കെ മഞ്ഞും മൂടി ഉണ്ടോ. മഴയത്ത് മണ്ടയെന്നൊക്കെ വലിയ കല്ലുരുണ്ട് വന്ന് വീണ് കിടക്കുന്ന കണ്ടോ. മണ്ടേ ഇത് എവിടെ നിന്ന് ഉരുണ്ട് വീണേ? എവിടെ നിന്ന് ഉരുണ്ട് വീണേ? അതെവിടെ നിന്ന് ഇത് ഈ ഗ്യാപ്പിൽ നിന്ന് വീണതാ എൻ്റെ അമ്മച്ചി. കർത്താവേ, നീ ഉണ്ടായി വച്ചേ കഴിഞ്ഞ വേറെയും കൊടി ഉയർത്താനുള്ള വേദന. അവിടുന്നാണോ? പഞ്ചാബ് സിന്ധു ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉൽക്കല ബംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉജ്ജല ജലജിതരംഗ തബ ശുഭ നാമേ യാഹേ തബ ശുഭ ആശിഷ മാഹേ गाहे तब जय गाथा गण मंगलदायक जय हे भारत भाग्य विधाता जय हे
ജയ ഹേ ജയ 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 ഹേ. കൈയടിക്കേ, കൈ കൊട്ടു പിള്ളേരെ. ആരും എൻ്റെ വാക്ക് കേൾക്കുന്നില്ല. ഇത് കുഞ്ഞാവിക്ക് കൊടുക്കട്ടെ. അതെ, മുട്ടായ കിട്ടിയില്ല. അവളത് ഒടിച്ചോ? എൻ്റെ രണ്ട് നക്ഷത്രക്ക് കിട്ടി. അപ്പു അവിക്ക് കിട്ടിയോ? അപ്പു അതറ അതിടുവോ? അവിടെ ഫ്രണ്ടിൽ കൂടെ പോയിരിക്കും. അവിടെ പോയിരി, അത് പിന്നെ കളിക്കാം. അവിടെ പോയി എടാ പോയിരുന്നേ, ഫ്രണ്ടിലോട്ട് പോയിരിക്കാം. പിന്നെ ഇതോടൊപ്പം നമുക്ക് നമ്മുടെ വാർഡ് തലത്തിലുള്ളൊരു ജാഗ്രതാ സമിതി കൂടണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് 6 മാസം കൂടുമ്പോൾ കൂടണമെന്നാണ് പറഞ്ഞിരുന്നത്. അതിനൊരു കമ്മിറ്റിക്കാരുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ വന്നിട്ടില്ല. വന്നവർ ചർച്ചകൾ നടക്കും. അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് ദിനം ആഘോഷിക്കുന്ന വേളയിൽ നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷത്തോടെ രാവിലെ തന്നെ മാതാപിതാക്കളെ കടന്നുകൊണ്ടിരുന്നത് നമുക്കറിയാം. ഞാൻ കുറച്ച് നാളായിട്ട് കൊല്ലപ്പഞ്ചായത്തിനായിരുന്നു നമ്മുടെ അംഗൻവാടിയിൽ പതാകയിൽ ആള്. ലാസ്റ്റ് നിമിഷത്തിൽ അത് ഞാൻ ഏറ്റെടുത്തു. എന്നിരുന്നാൽ കൂടി നമ്മുടെ അംഗൻവാടിയിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ കാര്യങ്ങളും എന്ത് മീറ്റിംഗുകൾ വിളിച്ചാലും ഒക്കെ കറക്റ്റായിട്ട് തന്നെ എത്തുകയും ഇവിടെ അടുത്തുള്ള എല്ലാവരും വരികയൊക്കെ ചെയ്യും. നമുക്കറിയാം രാജ്യം അനേകം മഹാരാജാമാരുടെ രക്തച്ചൊരിച്ചിലിനൊടുവിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അതിൻ്റെതായ രീതിയിൽ ആഘോഷിക്കാൻ പറ്റുന്നത് തന്നെ നമുക്കറിയാം വലിയൊരു ഭാഗ്യമായിട്ട് നടന്നു. ഇപ്പോൾ മഴയാണ്, എല്ലാ ഇടങ്ങളിലും മഴയാണ്. ഡൽഹിയിലൊക്കെ ഭയങ്കര മഴയായിട്ട് അവിടെ കപ്പടി നനഞ്ഞ് കിടക്കുന്നതായിട്ടാണ്. ഇപ്പോൾ എല്ലാ പ്രദേശം നമ്മളെ സംബന്ധിച്ച് മഴയുടെ കൂടെ അല്ല ആഗസ്റ്റ് 15 കൂടെ നമുക്ക് ഹീൽഡോറിനെ സംബന്ധിച്ച് 2018 കൂടെ മഴ പെയ്യുമ്പോഴാണ് എല്ലാവരും ഓർക്കും നമ്മുടെ ഹീൽഡോറിൻ്റെ അപകടം നടന്നതൊക്കെ. അപ്പോൾ ഇതൊക്കെ ഓരോ കാലയളവിൽ നടന്നു പോകേണ്ട കാര്യങ്ങളാണ്. എന്നിരുന്നാൽ കൂടി നമ്മുടെ ലാസ്റ്റ് സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികളാണ്. അപ്പം എൻ്റെ കൂടെ നിന്ന് എല്ലാവിധമായ സപ്പോർട്ടുകളും ഒക്കെ തന്നു. ഞങ്ങൾക്ക് കയറിയ കാലം പോലെ എല്ലാത്തിനും നമ്മളൊപ്പം ഉണ്ടായിരുന്നു. അതുപോലെ ആളുകളൊക്കെ ആണെങ്കിൽ നമ്മളോടൊന്നിച്ച് സഹകരിച്ചാണ് മുമ്പോട്ട് പോയത്. എല്ലാവരോടും ഉള്ളൊരു നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഇനിയും നല്ല നല്ല കാര്യങ്ങൾക്കൊക്കെ നമുക്ക് പൊതുവായിട്ട് നിന്ന് സമുദായപരമായിട്ട് മുമ്പോട്ട് പോകാം. എല്ലാവർക്കും ഈ 21 സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയിൽ എല്ലാവിധ ഭാവങ്ങളും അങ്ങനെയാണ് നമ്മളിന്ന് 29ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ
പോകാൻ കഴിയും. നമുക്ക് പോലും ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന അസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മതനിരപേക്ഷതയ്ക്ക് എതിരായിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത്. അതിനെതിരായിട്ടുള്ള യുദ്ധമാണ് നമ്മൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉള്ളോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഉണ്ട്. ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ല. ആധിപത്യത്തിലാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത്. നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങൾക്കൊക്കെ നമുക്ക് ഉണ്ടായിട്ടുള്ള അനുഭവമുണ്ട്. നമ്മുടെ കേന്ദ്ര സംസ്ഥാനങ്ങളിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കിതൊന്നും നമ്മുടെ ആരെയും ബാധിക്കുന്നില്ല. ബാധിക്കാത്തതിന്റെ ചില കാരണങ്ങളുമുണ്ട്. അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. അതായത് വടക്കേന്ത്യ സംസ്ഥാനങ്ങളിൽ നിന്ന് നടന്നു വരുന്ന ജാതീയതയും അതിനോടൊപ്പം ആരെന്ത് കഴിക്കണം, ആരെന്ത് വസ്ത്രം ധരിക്കണം, ആരെന്ത് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു വിഭാഗം ആളുകൾ മാത്രമായിരുന്നു ഇന്നും നിലനിൽക്കുന്ന നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനിയും സ്വാതന്ത്ര്യം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിൽ പോലും ഇനിയും സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ട് നമുക്ക് ലഭിക്കണമെങ്കിൽ അതിനുള്ള പോരാട്ടങ്ങളിൽ നമ്മളെല്ലാവരും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലാകെ ജീവിക്കുന്നതെല്ലാം നമ്മുടെ സഹോദരങ്ങളാണെന്നുള്ളതോടുകൂടി അതിനെതിരെ പ്രതികരിക്കുവാനുള്ള പ്രതികരണശേഷി നമുക്ക് ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ്. ഒരു സംവിധാനമാണ് വാർഡ് തലത്തിലുള്ള ജാഗ്രതാ സമിതി. അതിൻ്റെ അകത്ത് സംസ്ഥാന വനിതാ കമ്മീഷനുണ്ട്, അതിൻ്റെ തന്നെ ജില്ലാ ജാഗ്രതാ സമിതിയുണ്ട്, പിന്നെ പ്രദേശ സ്ഥാപന ജാഗ്രതാ സമിതി, അതിൻ്റെ താഴെയുള്ളതാണ് വാർഡ് തലത്തിലുള്ള ജാഗ്രതാ സമിതി. അത് നമുക്ക് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുണ്ടാകുന്ന എന്ത് തന്നെ പ്രശ്നങ്ങളാണെങ്കിലും അവരുടെ മാനസികമായിട്ട് അല്ലെങ്കിൽ വീടുകളിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മളത് നേരെ വനിതാ കമ്മീഷന് കൊടുക്കാതെ അത് നമ്മുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ വാർഡ് തലത്തിലുള്ള സമിതിയിൽ പരിഹരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാർഡ് തലത്തിലുള്ള ജാഗ്രതാ സമിതി കൂടുന്നത്. അപ്പം അതിനകത്ത് പരിഹരിക്കാൻ പറ്റാത്ത കേസുകൾ മാത്രമാണ് നമുക്കത് പഞ്ചായത്ത് തലത്തിലേക്ക് വിടാൻ പറ്റും. അത് നമ്മളോട് വന്നു കഴിഞ്ഞാൽ 6 മാസത്തിലേക്ക് നമുക്കിവിടെ കൂടണം. നമ്മളിത് ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രശ്നം നേരെ നമ്മൾ വനിതാ കമ്മീഷൻ കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ എന്ന് പറഞ്ഞാൽ അവിടെ അതിന് വലിയ പ്രശ്നങ്ങൾ സ്ത്രീകൾക്കെതിരായുള്ള കുറ്റകൃത്യങ്ങളിൽ വനിതാ കമ്മീഷനിൽ ലഭിക്കുന്ന പരാതികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ കുഞ്ഞാവ് കാണിക്കാം. അതിന്റെ ഫോട്ടോ കൊണ്ട് ഡിലീറ്റ് ചെയ്തോ കണ്ടാക്കണ്ടോ നമുക്ക് പിന്നീട് ആ ഫോട്ടോയിലേക്ക് നോക്കാൻ പോകണം. അതുപോലെ മാം താമസിക്കാതെ എടാ കാല് നിലത്തുനിന്ന് പൊക്ക്, കാല് നിലത്ത് പൊക്കരുത്. നല്ല ശേഷം അങ്ങനെ നഴ്സറിയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ചു പോവാണ് ഗൈസ്. അയ്യോ വീഴും വീഴും. വലുതായിട്ടൊന്നും വണ്ടി എന്താ കാണത്തില്ല വെട്ട. കൊടി ഉയർത്തി പായസം കുടിച്ചു. അത്ര ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നും ഇല്ലായിരുന്നു. മഴ ആയതുകൊണ്ടാട്ടോ, അല്ലെങ്കിൽ ക്വിസ് മത്സരം എന്തെങ്കിലുമൊക്കെ വെച്ചേനായിരുന്നു. പ്രാവശ്യം അതൊന്നും ഇല്ലായിരുന്നു.
പിന്നെ ഞങ്ങൾ തിരിച്ചു പോവാം. നേരെ പോ. ഈ കായ്ക്ക് എന്നാ വില? ഇത് പച്ചക്കായല്ലേ? ഇത് ഞങ്ങളല്ലോ, ഇത് ഞങ്ങന്നില്ലല്ലോ. അതാണ് മിനിറ്റ് വെച്ച് പഴുക്കുന്ന പഴമുണ്ടോ ഇവിടെ? ആണോ? നീയൊക്കെ എടുത്തോ. ബിങ്കോ എന്താ ചേട്ടായി സിറ്റിന്ന് മേടിച്ചോണ്ട് വരുമല്ലേ ഞായറാഴ്ച? ആ 3 പേരും കൂടെ എടുക്ക. താഴെ വീഴും. ഇതേ അതിനകത്തുനിന്ന് എടുത്ത്. ഇത് എത്ര? 5 രൂപയാണോ ഈ ബിങ്കോക്ക്? ഇത് 2 എടുത്തോടാ അബിക്കുട്ട. ഇത് കിടക്കുന്നു. അപ്പോനും കൂടെ അതായത് മണ്ടയിലോട്ട് എടുത്ത് ഇവിടെ വെച്ചാൽ അപ്പോൾ ഇതേപോലെ മേടിച്ചു കൊടുത്തു. ആക്കില്ല ഇങ്ങോട്ട് എനിക്കെന്താ ഇനി ബാക്കി അപ്പൂൻ്റെ മേടിക്കാം. അപ്പോൾ എനിക്കൊരു ഗ്ലാസ് ആവും. ഫറൂസിന് വേണ്ടേ? നാരങ്ങളം വേണ്ടേ? പോവാം. പോകാൻ ഇറങ്ങുമ്പോൾ മഴ വരും. അങ്ങനെ ചെയ്യും. ജാസ്തി മഴ ഗൈസ്. മഴ പോവാം. ഇതല്ലേ പറ്റുള്ളൂ. അതെ, നിന്റെ കൂടെ പോയ ചത്തെന്ന് തന്നെ പറഞ്ഞു പോണം. ജീവനോടെ എത്തിയ ഭയ. ഒരു കുഞ്ഞു കാറാണേലും അതും വെച്ചാൽ ഫ്ലൈറ്റ് പോണ സ്പീഡിലാണ് പോണത്. എടാ നീ EBT ആയിട്ട് മത്സരം വെക്കൊന്നും വേണ്ടടാ. നീ പതിയെ പോ. എനിക്ക് പേടിയാവുന്നു ഇതിൻ്റെ അകത്ത്. ഇപ്പൊ വണ്ടി എടാ അത് കട്ടപ്പന വരെ പോകുന്ന വണ്ടിയാടാ. അത് പൊക്കോട്ടടാ. നീ അതിനെ പിടിക്കാൻ നിൽക്കണ്ട. നമുക്ക് ഇവിടം വരെ പോയി പറയാം. അതുകൊണ്ടാണോ നീ ഒരു ദാക്ഷിണ്യം ഇല്ലാതെ ഇങ്ങനെ പറന്നു പോണേ? ഈശോമറിയാം യോസഫേ കൂട്ടിലിരിക്കും പുണ്യാളാ, ഞങ്ങളെ ഒന്നും കാത്തോണേ. തേമേ പെട്ടെന്ന് വീടെത്തും. വീടെത്തിയോണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടല്ലോ. ഇപ്പൊ ഞാൻ അതെ എന്ത് ധൈര്യത്തിൽ ഞാൻ ഇതിലിരിക്കും. അന്ന് നെടുങ്കണ്ടം പോയപ്പോൾ മതിയായതാ. അപ്പൊ ഗൈസ് ഞങ്ങൾ ഇറങ്ങ് ചാടിക്കോ. ആ കാര്യം രക്ഷപ്പെട്ടു. ഓ അങ്ങനെ വീട്ടിലെത്തി ഗൈസ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഭാഗ്യം കൊണ്ട് അനിയനൊക്കെ വണ്ടിയും കൊണ്ട് വന്നുകൊണ്ട് മഴയത്ത് അവിടെ സ്റ്റക്കായില്ല. നമ്മൾ വീട്ടിൽ വന്നു. അപ്പോൾ നമ്മുടെ ഈ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് ഒരു കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണുന്നവരെയും ടാറ്റാ, ടേക്ക് കെയർ. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ വക ഏറ്റവും ബ്രദേഴ്സ് ഹോമിൻ്റെ വരാം. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ.